ചോദിച്ചാൽ മന്ത്രം എന്ന് പറയുന്നത് ദേവതയാണ്. ദേവതയുടെ മന്ത്രമല്ല, മന്ത്രം ദേവതയാണ്. മനസ്സിലായല്ലോ? മന്ത്രം എന്ന് പറയുന്നത്, ദേവത എന്ന് പറയുന്നത് എല്ലാ ദേവന്മാർക്കും രൂപമുണ്ട്. ആ രൂപം ദേവതയാണ്. എന്തിനാണ് ഈ മന്ത്രം സാധന ചെയ്യുന്നത് ചോദിച്ചാൽ ഈ ദേവതയ്ക്ക് ഒരു പ്രത്യേക ഗുണമുണ്ടോ? പണ്ടൊക്കെ പറഞ്ഞു, പഴയ ക്ലാസ്സൊക്കെ പറഞ്ഞ വിഷയം, ഒരു ഗുണമുണ്ടോ? മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാ ദേവതകൾക്കും 3 ഭാവമുണ്ട്. ഒരു രൂപമുണ്ട്, ഒരു നാമമുണ്ട്, ഒരു ഗുണമുണ്ട്. ആ ഗുണം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദേവതയെ ഉപാസിക്കുന്നത്. ആ ഗുണം നമുക്ക് ലഭിക്കണം, അതാണ് ദേവതയെ ഉപാസിക്കുന്നത്. അപ്പൊ ആ ദേവതയെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഋഷീശ്വരന്മാർ ഒരു ടെക്നിക്ക് ഉണ്ടാക്കി. തന്ത്രം എന്ന് പറഞ്ഞാൽ ടെക്നിക്കാണ്. ആ ദേവതയെ ഉപാസന ചെയ്യാനുള്ള, സാധന ചെയ്യാനുള്ള ടെക്നിക്ക്. എല്ലാ ദേവതകൾക്കും ഒരു ഋഷിയുണ്ട്. ഏത് ദേവതയ്ക്കും ഒരു ഋഷിയുണ്ട്. മനസ്സിലായില്ല? ഇപ്പം വാമദേവ ഋഷി, പങ്ക്തിച്ഛന്ദ, സദാശിവരുദ്രോ ദേവത. സദാശിവൻ എന്നതാണ് പഞ്ചാക്ഷരത്തിലെ ദേവത. സദാശിവരുദ്രനാണ് ആ പഞ്ചാക്ഷര ദേവത. ആ മന്ത്രം ആദ്യമായിട്ട് പ്രപഞ്ചത്തിൽ ആവിഷ്കരിച്ച് അനുഭവിച്ചാരാണ്? വാമദേവൻ എന്ന് പറയുന്ന മഹർഷിയാണ്. അദ്ദേഹം ഈ സാധന ചെയ്ത്, ഈ മന്ത്രം സാധന ചെയ്ത് ഒരു ഗുണം ആർജിച്ചു പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട്. അദ്ദേഹമാണ് ആ മന്ത്രത്തിന്റെ, ആ ദേവതയുടെ ഋഷി എന്ന് പറയുന്നത്. അങ്ങനെ ആവിഷ്കരിച്ച ഒരു ടെക്നിക്കിനെയാണ് തന്ത്രം എന്ന് പറയുന്നത്. തന്ത്രം എന്ന് പറയുന്ന ടെക്നിക്കിന് അർത്ഥം ഒരു ഉപായം. അങ്ങനെ ഉള്ള വിവിധമായ ശബ്ദങ്ങളുടെ കൂടിച്ചേരൽ, ഒരു കോമ്പിനേഷൻ ഉണ്ടാവില്ല. അത് ഏറ്റവും പവർഫുള്ളായ കോമ്പിനേഷൻസിൽ ഒന്നാണ് ഗായത്രി മന്ത്രത്തിന് ആ ഘടകം. ആരെ ഉപാസിക്കുന്നത്? സവിതാവിനെയാണ് ഉപാസിക്കുന്നത്. സവിതാവ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ചൈതന്യം പകർന്നു നൽകുന്ന ആരാണ്? സൂര്യനാണ്. പക്ഷെ നമുക്ക് ധരിച്ച് സൂര്യനാണ് സൂര്യനല്ല ഉപാസിക്കുന്നത്. ഏറ്റവും രസമാണ്, സവിത എന്ന സൂര്യനല്ല. ആ സൂര്യന് ചൈതന്യം പകർന്നു കൊടുക്കുന്ന ഏത് ശക്തിയാണോ അതിനെയാണ് ഇവിടെ സവിതാവ് എന്ന് പറയുന്നത്. സൂര്യൻ പ്രപഞ്ചം. പക്ഷെ ആ സൂര്യന് ചൂടും ഊർജവും കിട്ടുന്നത് എന്തുകൊണ്ടാണോ, ഒരു ചൈതന്യം ഉണ്ടല്ലോ, അതിനെയാണ് സവിതാവ്. അത് എന്നെ ഉപാസിക്കുന്നു. ആ ഉപാസനയ്ക്കുള്ളതാണ് ഗായത്രി മന്ത്രം. ആ സൂര്യൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലൊരു സൂര്യനുണ്ട്. കാരണം സൂര്യന്റെ മുഴുവൻ ഗുണങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. സൂര്യൻ ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. സൂര്യനെ അറിവാണ് ഉദ്ദേശിക്കുന്നത്. അതുണ്ടാവും. എവിടുത്തെ സൂര്യൻ ഉയരണം? നമ്മളുള്ള സൂര്യൻ ഉയരണം. ആ സൂര്യൻ പ്രകാശിച്ചാൽ, ഒരു സൂര്യൻ പ്രകാശിച്ച് എത്രത്തോളം വെളിച്ചമുണ്ടാകും, അതേപോലെ പൂർണ്ണമായ പ്രകാശം നമ്മുടെ ഉള്ളിലുള്ള സൂര്യനുണ്ടാകും. ആ സൂര്യൻ ഉയരാനും ഉദിക്കാനും വേണ്ടിയിട്ടുള്ള മന്ത്രത്തിന്റെ ഘടനയാണ്, കോമ്പൗണ്ടാണ്, കോമ്പിനേഷനാണ് ഗായത്രി മന്ത്രം. അതുകൊണ്ടാണ് ഗായത്രി പവർഫുള്ളാണെന്ന് പറയുന്നത്. ഒന്ന് കാരണം അതാണ് വെറുതെ ശ്വാസോച്ഛ്വാസത്തോടെ മന്ത്രത്തിന്റെ ശക്തിയല്ല. ആ ഗായത്രി മന്ത്രം സാധന ചെയ്താൽ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനത്തിന്റെ, അറിവിന്റെ പൂർണ്ണമായ പ്രകാശം ഉണ്ടാകും. ഇതുകൊണ്ടാണ് ഗായത്രിയാണ് ഏറ്റവും ഉയർന്ന മന്ത്രം. കാരണം പൂർണ്ണമായ ജ്ഞാനമാണ് ആത്യന്തികം നമുക്ക് ലഭിക്കേണ്ടത്. അത് ലഭിക്കാൻ സഹായിക്കും എന്ന് കാണും. അതുകൊണ്ട് ഗായത്രി ശക്തമാണ്. അത് ഉയരാൻ സഹായിക്കും. ശ്രീവിദ്യയും ഗായത്രി വളരെ അടുപ്പുണ്ട്. കാരണം തുടങ്ങാനാണ് ഗായത്രി. നമ്മൾ പ്രകാശിച്ച് തുടങ്ങും, എത്തിച്ചേരുന്നതാണ് ശ്രീവിദ്യ. ഒരു വ്യത്യാസം. ശ്രീവിദ്യ തുടക്കണം, അത് എത്തിച്ചേരണ്ടേ. ആ ലക്ഷ്യം എത്തുന്ന സമയത്ത് അത് ശ്രീവിദ്യ. ഗായത്രി സാധന ചെയ്തൊരു ക്രമം ഉണ്ടാകും. ആ ക്രമം എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആ ക്രമം വളരെ രസകരമാണ്. പ്രണവം, ദീർഘപ്രണവം ജപിച്ച്, പിന്നെ ഗായത്രി ജപിച്ച്, പിന്നെ അനുസ്വാര പ്രണവം ജപിക്കും. അതിൻ്റെ ക്രമം എങ്ങനെ? ദീർഘപ്രണവം എന്ന് പറഞ്ഞാൽ ഓം എന്നാണ് ദീർഘപ്രണവം. ഓം എന്നാണ്. അത് ഇപ്പം എത്ര ഗായത്രി ജപിക്കുന്നു അത്രയും ദീർഘപ്രണവം ജപിക്കണം. അപ്പം 108 ഗായത്രി ജപിക്കുകയാണെങ്കിൽ
108 ദീർഘപ്രണവം ജപിക്കും. അത് കഴിഞ്ഞ് ഗായത്രി ജപിക്കും. പിന്നെ അനുസ്വാര പ്രണവം ജപിക്കും. അതെന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അനുസ്വാര പ്രണവം ഇങ്ങനെ ജപിക്കണം. അനുസ്വാര പ്രണവം. ഇതിനകത്ത് മനുഷ്യ ശരീരത്തെ 2 ഭാഗമുണ്ട്. ഒന്ന് സ്ഥൂല ശരീരം, ഒന്ന് സൂക്ഷ്മ ശരീരം. നമ്മൾ ഈ കാണുന്ന ശരീരം എന്ന് പറയുന്നത് സ്ഥൂല ശരീരമാണ്. ത്വക്ക് മുതൽ മജ്ജ വരെയുള്ള സപ്തധാതുക്കളോട് കൂടി ചേർന്നുള്ള രക്തവും മാംസവും ഒക്കെ ചേർന്നുള്ള ശരീരം. അതാണ് സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. പക്ഷെ ഇതുകൊണ്ട് മനുഷ്യ ജീവനൊന്നും ഉണ്ടാവില്ല. അവിടെ ജീവൻ ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? പ്രാണൻ വേണം, പ്രാണശക്തി വേണം. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കാം. മരിച്ചു കിടക്കുമ്പോഴാണെങ്കിൽ രക്തമൊക്കെ ഉണ്ടാവും, രക്തമാംസമൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ എന്തില്ല? പ്രാണൻ പോയി. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ശരീരത്തിന് പ്രാണനുണ്ടെങ്കിൽ ഇവിടെ ജീവനുണ്ട്, ഇല്ലേ? ജീവനില്ല. അപ്പം നമുക്ക് ഈ ശരീരം ഇത് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഊർജ്ജ ശരീരം. ആ ഊർജ്ജ ശരീരത്താണ് പ്രാണശരീരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം 2 ശരീരം നമുക്കുണ്ട്. ഈ പ്രാണശരീരത്തെ 3 തിരിച്ചു. ഒന്ന് നമ്മുടെ നട്ടനേറ്റവും അടിയിലുള്ള മൂലാധാരം. ഒരു ശരീരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ തലയും ഈ ശരീരം ചേർന്ന്. കൈയും കാലില്ലെങ്കിലും മനുഷ്യൻ ജീവിച്ചു. 2 കൈയും വെട്ടി കളഞ്ഞാലും ഇതിൻ്റെ കാലില്ലെങ്കിൽ മനുഷ്യൻ സുഖമായിട്ട് ജീവിക്കും. പക്ഷെ ഇത് മുതൽ ഇതുവരെ ഏതെങ്കിലും കഷ്ണം വെട്ടിയാലോ അതിന് ജീവിക്കില്ല. അത് ഏറ്റവും രസം. കാരണം നട്ടലിന് ഒരു ആഘാതം ഉണ്ടാകാൻ പാടില്ല. അപ്പം നട്ടലിനുള്ളിൽ സുഷുമ്ന എന്നൊരു നാഡിയുണ്ട്. ആ നാഡി ഊർജപ്രവാഹത്തിന് കേന്ദ്രമാണ്. ഈ പ്രാണശക്തിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അതിന് ഊർജ്ജത്തിന് പ്രവാഹം സംഭവിക്കുന്നത് ഈ സുഷുമ്ന നാഡിയിലൂടെയാണ്. ആ സുഷുമ്ന നാഡിയുടെ ഊർജപ്രവാഹത്തെ 3 അവസ്ഥയിൽ വിഭജിച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിലാണ് മൂലാധാരം എന്ന് പറയുന്നത്. അത് മുതൽ അനാഹതം വരെയുള്ള ഭാഗം, ഹൃദയം വരെയുള്ള ഭാഗത്തെ അഗ്നിമണ്ഡലം എന്നാണ് പറയുന്നത്. ഹൃദയം മുതൽ ഭൂമധ്യം ഈ ഭാഗത്തെ സൂര്യമണ്ഡലം എന്നാണ് പറയുന്നത്. ഇവിടുന്ന് മുകളിലേക്കുള്ള ഭാഗത്തെ സോമമണ്ഡലം, ചന്ദ്രമണ്ഡലം എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഗായത്രി സാധനയിൽ ആദ്യത്തെ പ്രണവം ജപിക്കുമ്പോൾ അത് സ്വാധീനിക്കുന്നത്, പ്രചോദനം നൽകുന്നത് മൂലാധാരം ഇതുവരെയുള്ള ഭാഗത്തിലാണ്. ഇവിടുന്ന് ഉണർന്ന് ഇതുവരെ എത്തും. ആ മൂലാധാരം ഉണങ്ങിക്കിടക്കുന്ന ഈശ്വരീയത ഉണർന്ന് ഹൃദയപത്മം വരെ എത്തും എന്ന് അനുഭവിക്കാവുന്നതാണ്. ഇത് തിയറിയൊന്നുമല്ല, ആർക്കും അനുഭവിക്കാവുന്നതാണ് ജപിച്ചാൽ. അപ്പോൾ ദീർഘപ്പെടുന്നത് ഗായത്രി സൂര്യനാണ് അതിന് ദേവത. അപ്പോൾ സൂര്യമണ്ഡലം എന്ന് പറയുന്നത് വിളിക്കുകയാണ്. അപ്പോൾ ഗായത്രി സാധനം കൊണ്ട് ഹൃദയപത്മം മുതൽ ഭൂമധ്യം വരെ ആ ചൈതന്യത്തിൻ്റെ പ്രചോദനം ഉണർവുണ്ടാവും. അനുസാരപ്രണവം ചന്ദ്രമാണ്. അപ്പോൾ ഇവിടെ നിന്നോട്ട് അതിനെ സ്വാധീനിക്കും. അപ്പൊ ഗായത്രി സാധനം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? മലയാളത്തിലൊരു സ്തോത്രമുണ്ട്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. 6 പടി എന്ന് പറയുന്നത് ഈ പ്രാണശരീരത്തിലെ 6 അവസ്ഥകളാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞവരെയാണ്. ഇവിടെ നിങ്ങോട്ട് പോയാൽ ഈ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ സഹസ്രാരം ചെല്ലുമ്പോൾ ശിവനുണ്ടാവും. സഹസ്രാരം ശിവനുണ്ടാവും. ശിവനെ കാണുമെന്ന് ഇവിടെ പറഞ്ഞ് അനുഭവിക്കാനാണ് അർത്ഥം, മാറിയാണ് അർത്ഥം. അപ്പൊ ഗായത്രി സാധന വേണ്ട പോലെ ചെയ്താൽ എന്ത് സംഭവിക്കും? മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരീയതയാണ് 6 പടികളും കടന്ന് ഇവിടെ എത്തും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലക്ഷ്യം ഈശ്വരനാവുക എന്നുള്ളതാണ്. ഈശ്വരൻ അനുഗ്രഹമല്ല, മരണാനന്തരമുള്ള സ്വർഗരാജ്യമല്ല, മനസ്സിലായോ? അതൊന്നുമല്ല. ജീവിച്ചിരിക്കുന്ന മോക്ഷം വേണം. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? മോചനമാണ്. എല്ലാ പരിമിതികളിലും മോചനം. ഇന്ന് മനുഷ്യൻ ഏറ്റവും വലിയ പരിമിതി എന്താ? ഞാൻ എന്ന് പറയുന്ന ഒരു തലത്തിൽ നമ്മൾ കുടുങ്ങി നിൽക്കാം. ഇവിടുന്ന് മോചനം വേണ്ടത്. ആ മോചനം സംഭവിക്കും ഗായത്രി സാധനയിലൂടെ. കാരണം ശിവനായിത്തീരും, ഈശ്വരനായിത്തീരും. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണുക, ശിവനായിത്തീരുക. അത് സഹായിക്കുന്ന സാധനാക്രമമാണ് ഗായത്രി സാധന. അതുകൊണ്ട് ഗായത്രി ഉയർന്ന സാധനയാണ് പറയുന്നത്. പവർഫുൾ ഈ പൂർണ്ണമായ ലക്ഷ്യത്തിൽ എത്താൻ സഹായിക്കുന്ന സാധനാക്രമമാണ്.